സാംസ് 25:4 ഷോ മി യുവർ വേസ് ലോർഡ്, ടീച്ച് മി യുവർ പാത്ത്. ഇതായിരുന്നു ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം നടന്ന ദാവീദിൻ്റെ പ്രാർത്ഥന. അതായത്, ദൈവമേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, നിന്റെ പാതകൾ എന്നെ പഠിപ്പിച്ചു തരണമേ എന്നുള്ളത്. നമ്മുടെ ഈ ക്രിസ്ത്യൻ ജീവിതത്തിലും നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ വഴി അറിയുക. കാരണം നമ്മൾ വചനം മൊത്തം പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നടക്കുക, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ദൈവത്തിൻ്റെ വഴി? അതാണ് നമ്മൾ ഇനി കുറച്ച് വീഡിയോസിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം ദൈവത്തിൻ്റെ വഴി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ദൈവം എന്താണ് നമ്മളോട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം ദൈവം പ്രവർത്തിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതേസമയം നമുക്ക് കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവത്തിൻ്റെ പ്രവർത്തികൾ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അത് നമുക്ക് കൂടുതലായി വിശ്വസിക്കാനൊക്കെ ദൈവം എന്താണ് ദൈവത്തിൻ്റെ വഴികൾ, എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നറിയാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കത് അറിയുമ്പോൾ ദൈവത്തിന് നമുക്ക് കൂടുതലായി വിശ്വസിക്കാൻ പറ്റും. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതലായി ചെയ്യാൻ പറ്റും. നമ്മുടെ പർപ്പസുകൾ നമുക്ക് കുറച്ചും കൂടെ മനോഹരമായ വിശ്വാസത്താലൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് വചനം പറയുന്നത് ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ വഴി, ഹൗ ഡസ് ഗോഡ് വർക്ക് എന്നുള്ളതാണ് ഇനി കുറച്ച് വീഡിയോസിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് കാര്യം നോക്കാൻ പോവാണ്. അപ്പം അതിന് മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരു അൺയൂഷ്വൽ, അതായത് എളുപ്പവഴി അല്ലാത്തൊരു വഴി ചൂസ് ചെയ്തതാണ്. അപ്പം അതിൻ്റെ റീസണും നമ്മൾ നോക്കി. ഫറവോ വിചാരിക്കും ഇസ്രായേൽ കൺഫ്യൂസ്ഡ് ആണ് എന്ന് വിചാരിച്ച് അറ്റാക്ക് ചെയ്യും. പക്ഷെ ഇസ്രായേൽ കൺഫ്യൂസ്ഡ് അല്ല, ദൈവം ആ ഒരു റീസണിന് വേണ്ടി എടുത്ത ചോയ്സാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ നോക്കി കഴിഞ്ഞാൽ ഇസ്രായേലിക്ക് മുമ്പ് എളുപ്പം ഒരു വഴി ഉണ്ടായിരുന്നു, പുറകിൽ അത്രയും വലിയൊരു ആർമി വരുമ്പോൾ വേഗം രക്ഷപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ ദൈവം പറയുന്നത് വേറൊരു റൂട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ വീഡിയോൻ്റെ അവസാനം കണ്ടു, കാണാത്തവർക്ക് ഒന്ന് കാണാം. അപ്പോൾ ആ വീഡിയോത്തിൻ്റെ അവസാനം കണ്ടു, ഇസ്രായേൽ മക്കൾ വരുന്നു, ദൈവം അവരെ മൊത്തത്തിലായിട്ട് ഇസ്രായേൽ മക്കളെ അറ്റാക്ക് ചെയ്യാൻ വന്ന ഈജിപ്തിനെ, ഫറവോനെ മൊത്തമായിട്ട് ഡിഫീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ചിലപ്പോൾ ദൈവം അൺയൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള റൂട്ടുകളൊക്കെ ചൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? നമ്മുടെ എനിമീസിനെ മൊത്തമായിട്ട് ഡിസ്ട്രോയ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ഗ്ലോറി അവിടെ കാണുക. കാരണം അങ്ങനെ ഒരു വലിയൊരു സംഭവം നടന്നപ്പോൾ അത് ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ പവറിനെ പോർട്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് മെയിനായിട്ട് ദൈവത്തിൻ്റെ ഗ്ലോറി അത് പോർട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ദൈവം അത്രയും മഹോന്നതനായ, അത്രയും ഗ്ലോറി നിറഞ്ഞിട്ടുള്ള, ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികളിലും ഓരോ പ്രവർത്തികളിലും ഒക്കെ ദൈവത്തിൻ്റെ ഗ്ലോറി നമുക്ക് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഡ്യൂട്ടിയും നമ്മുടെ ലൈഫിലൂടെ ദൈവത്തിൻ്റെ ഗ്ലോറി വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഗ്ലോറിക്ക് വേണ്ടിയിട്ടായിരിക്കണം പല സമയത്തും ദൈവം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നമ്മൾ ഹൗ ഗോഡ് വർക്ക്സ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ പല രീതികളും ഉണ്ട്. അപ്പോൾ അതിന് ഇന്നത്തെ നമ്മൾ എടുക്കുന്നത് ദൈവം ഫോർ ഗ്ലോറി ഓഫ് ഗോഡ്, ടു പോർട്രേറ്റ് ഗ്ലോറി ഓഫ് ഗോഡ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കഴിഞ്ഞ ആഴ്ചയിലുള്ള കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോസിൽ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇന്ന് വേറൊരു സ്റ്റോറിയാണ് നമ്മൾ എടുക്കുന്നത്. അതിന് ജഡ്ജസ് 7, ന്യായാധിപൻ 7 നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് കാണാം ഗിഡിയനും ഒരു ആർമിയും, ഗിഡിയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയും ഒരു ആർമിയും ഒരു യുദ്ധത്തിന് പോവാണ്. ആ സമയത്ത് ഓൾമോസ്റ്റ് ഗിഡിയൻ്റെ കൂടെ 32,000 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 7:2 ദൈവം ഗിഡിയനോട് പറയുന്നതാണ്, നിങ്ങളുടെ കയ്യിൽ കുറേ ആർമി ഉണ്ട്, ഇത്ര പേരായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വിജയിക്കും, കാരണം ദൈവം കൂടെയുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ പവർ കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്, നിങ്ങളെ തന്നെ ബോസ്റ്റ് ചെയ്യും, നിങ്ങളെ തന്നെ അത് അഹങ്കാരം, കാരണം ഹ്യൂമിലിറ്റി കുറയും, നിങ്ങളെ അഹങ്കാരം, ഞങ്ങളുടെ ശക്തി കാരണമാണ് ജയിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ശക്തി കൊണ്ടാണ് നിങ്ങൾ ജയിച്ചതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു നടക്കും എന്നുള്ളത് ദൈവം പറഞ്ഞു. അതുകൊണ്ട് ദൈവം ഗിഡിയനോട് പറയാണ് ഈ 32,000 എന്നുള്ളത് കട്ട് ഷോട്ട് ചെയ്യാൻ. അപ്പം ഇവിടെ നമുക്ക് കാണാം ഒരു വലിയൊരു ആർമീനെ ദൈവം കട്ട് ഷോട്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? അത് ദൈവമാണ് അവർക്കത് ചെയ്തു കൊടുത്തതെന്നുള്ളത് അവർക്ക് മനസ്സിലാവാൻ, പ്ലസ് അവരുടെ സ്വന്തം സ്ട്രെങ്ത്തിനെ റിലേ അപ്പോൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ അത് ഭയങ്കര ടഫായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ഹെൽപ്ലെസ് സിറ്റുവേഷനിലോട്ടേക്ക് വരാം. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കാര്യത്തിൻ്റെ അങ്ങേ അറ്റം വരെ ചെയ്തിട്ടും അത് ശരിയാവുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ വരുന്നത് ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഹാഷ്ടാഗ് നമ്മൾ കറക്റ്റ് റൂട്ടിലാന്നുള്ളതും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ വേറെ റൂട്ടിൽ പോയിട്ട് ദൈവം അവിടെ സഹായിക്കില്ല. പക്ഷെ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്നൊക്കെ നമ്മൾ ചെയ്തിട്ടും നമ്മളൊരു ഹെൽപ്ലെസ് സിറ്റുവേഷനിലോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനിൽ ദൈവം പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ദൈവമാണ് പ്രവർത്തിച്ചത്, ആ ദൈവത്തിനെ നമുക്ക് താങ്ക്ഫുൾ, ആ ഒരു ഗ്ലോറി നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പം എന്തിനാണ് ഇങ്ങനത്തെ ഒരു കാര്യം അത് നേരെ ചെയ്തുകൂടെ എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്ക് തോന്നിയിട്ടുള്ള ആൻസർ ഇതാണ്. ഒന്നാമത്തായിട്ട്, എല്ലാം ദൈവം നമുക്ക് സൃഷ്ടിച്ച ദൈവം ഈ വേൾഡിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന് ഗ്ലോറി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു മെജസ്റ്റിക് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഇപ്പോൾ പാപമുണ്ടെങ്കിൽ മാത്രമാണ് ദൈവത്തിൻ്റെ ക്ഷമ, അല്ലെങ്കിൽ പാപത്തിനെ ദൈവം ക്ഷമിക്കുന്ന ഒരു ക്യാരക്ടർ ദൈവത്തിന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈവിൾ ഉണ്ടെങ്കിലാണ് ദൈവത്തിന്റെ ഗുഡ്നെസ് അവിടെ ഇത് വരുള്ളൂ. അതേപോലെ തന്നെ കഷ്ടപ്പാട് ഉണ്ടെങ്കിലാണ് ദൈവത്തിന്, കാരണം കഷ്ടപ്പാടില്ല അല്ലെങ്കിൽ കണ്ണുനീര് ഉണ്ടാവില്ല എന്ന് ദൈവം ഒരിക്കലും പ്രോമിസ് ചെയ്യുന്നില്ല. ദൈവം നമ്മളോട് പ്രോമിസ് ചെയ്യുന്നത് കണ്ണുനീര് ദൈവം തുടയ്ക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ദൈവത്തിനെ നമുക്ക് അറിയണമെങ്കിൽ, ആ ദൈവത്തിന്റെ പ്രസൻസ് ഫീൽ ചെയ്യണമെങ്കിൽ ദൈവത്തിന് ഇങ്ങനെ പ്രവർത്തിച്ചാലേ സാധ്യമാവുള്ളൂ. അതേപോലെ തന്നെ എപ്പോഴും ദൈവം തന്നെയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഗിഡിയോന്റെ കാര്യത്തിൽ, ഈ ഒരു സ്റ്റോറിയുടെ കാര്യത്തിൽ എടുത്താൽ 32,000 പേര് യുദ്ധം ചെയ്താലും ദൈവം വിചാരിച്ചാലേ അവർ ജയിക്കുള്ളൂ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ദൈവം അവരെ ജയിപ്പിച്ചിട്ട് അവർ ദൈവത്തിനെ തിരിഞ്ഞു നോക്കില്ല. അവരുടെ സ്വന്തമായിട്ടുള്ള ഇതിലോട്ടേക്ക് പോകും, സ്വന്തം ശക്തിയിലോട്ട് പോകും. അവിടെ ദൈവം പ്രവർത്തിക്കുന്നത് അവർ കാണാതെ പോകും. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെ ദൈവം പ്രവർത്തിച്ചാലും നമ്മളത് കാണാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്കറിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് അറിയാം. നമ്മൾ അൺഫെയ്ത്ത്ഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. ദൈവത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം ബോസ്റ്റ് പ്രൈഡ് കാരണം ദൈവത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ അങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതേപോലെ തന്നെ നമുക്കപ്പോൾ അറിയാം ദൈവം മാത്രമാണ്, ദൈവം കാരണമാണത് പ്രവർത്തിച്ചതെന്ന്. അപ്പൊ ദൈവത്തിനോടുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കും. കാരണം ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനിൽ ദൈവം പ്രവർത്തിച്ച് നമുക്ക് അത്ഭുതം കിട്ടിയാലും ബ്രേക്ക് ത്രൂ കിട്ടിയത് നമുക്കൊരു ടെസ്റ്റ് മണിയാണ്. അപ്പൊ നമുക്ക് ദൈവത്തിനോടുള്ള വിശ്വാസം വർദ്ധിക്കും, ടെസ്റ്റ് മണി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഹമ്പിൾ ആവാൻ കഴിയും. കാരണം ഹമ്പിൾ ആയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കൈൻഡ് ഓഫ് വിശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി കൂടിയാണ് ദൈവത്തിന്റെ ഗ്ലോറി പോർട്രേറ്റ് ചെയ്യുന്ന പോലെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോറിയുടെ തന്നെ ബാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ തന്നെ 35,000 എന്നുള്ളത് 300-ലോട്ടേക്ക് ദൈവം കൊണ്ടുവന്നു ആർമീനെ. പല സ്ക്രൂട്ടിനി ചെയ്ത് 32,000 എന്നുള്ളത് 300 ആയി. എന്നിട്ട് അവർ പോയി, അവർ ആ യുദ്ധം ജയിച്ചു. അപ്പൊ ഇപ്പൊ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും ദൈവമാണ് അവരെ സഹായിച്ചത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ആണെങ്കിൽ ദൈവം തന്നെയാണ് സഹായിക്കുന്നത്. പക്ഷെ അവർക്ക് ചിലപ്പോൾ കാണാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ, റിയലൈസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വരും. പക്ഷെ ഇപ്പൊ അവരെന്തായാലും റിയലൈസ് ചെയ്തു ദൈവമാണ്. അപ്പൊ അവർ കൂടുതലായിട്ട് ദൈവത്തിന് മുന്നോട്ട് അവർ വിശ്വസിക്കുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതന്നെയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ചില സമയത്ത് നമുക്ക് ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരാം, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം എങ്ങനെ പ്ലാൻ ചെയ്തിട്ട്, എങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്താലും ചിലപ്പോൾ അതിനൊരു റിസൾട്ട് കണ്ടില്ല എന്ന് വരാം. അപ്പൊ അതിൻ്റെ ഒരു റീസൺ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആരെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ റൈച്ചസ് ആയിട്ടാണോ, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന വഴിക്കൂടെ ആണോ നമ്മൾ നടക്കുന്നുണ്ടെന്ന് നോക്കണം. എന്നിട്ടും ഇങ്ങനെയാണ് എന്നുള്ള ആരെങ്കിലും ഡിസ്കറേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കുള്ള എല്ലാം നഷ്ടമായി ഒരു ദൈവത്തിനാൽ മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്നുള്ള ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. ദൈവം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റേജിലോട്ടേക്ക് വന്നത്. കാരണം ഇവിടെയാണെങ്കിലും നമ്മൾ കഴിഞ്ഞ സ്റ്റോറിയിലാണെങ്കിലും ഒക്കെ കാണാൻ സാധിക്കും ദൈവം അവരെ ഡെലിവർ ചെയ്തു. ദൈവം ഒരു ടഫ് റൂട്ട് അല്ലെങ്കിൽ ഒരു അൺയൂഷ്വൽ റൂട്ട് നമുക്ക് വേണ്ടി എടുത്താലും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അവരെ സഹായിച്ചു. ഇവിടെയും ദൈവം കുറഞ്ഞു വന്നാലും കുറഞ്ഞതുകൊണ്ട് അവർ യുദ്ധം തോക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ദൈവത്തിനോടുള്ള ട്രസ്റ്റ് നമുക്ക് വേണം ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ഇവിടെ ഗിഡെയൻ അത് കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ ഗിഡെയൻ ഒരിക്കലും ദൈവത്തിനോട് ചോദിച്ചില്ല അയ്യോ നമ്മൾ തോക്കും, കാരണം ഗിഡെയൻ അറിയാം അദ്ദേഹം കൂടെ ഉണ്ടെന്ന്. അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മോസസിനും വേറൊരു റൂട്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കള്
കംപ്ലൈന്റ് ചെയ്തെങ്കിലും മോസസ് ഒരിക്കലും കംപ്ലൈന്റ് ചെയ്തില്ല. കാരണം വചനം സങ്കീർത്തനത്തിൽ പറയുന്നത് മോസസിന് ദൈവത്തിന്റെ വഴികളെ അറിയാമായിരുന്നു. അപ്പോൾ ദൈവം മോസസിനോട് പറഞ്ഞപ്പോൾ മോസസ് ഒരു ഡിഫറെന്റ് റൂട്ട് എടുത്തു. കാരണം മോസസിന് ദൈവത്തിന് വിശ്വാസമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ വഴി അറിയായിരുന്നു. അപ്പൊ നമ്മളും ഇപ്പോൾ ഈ വീഡിയോകളിൽ നോക്കുന്നത് ദൈവത്തിന്റെ വഴി, ദൈവം എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ പാർട്ടാണ് കണ്ടത്, ദൈവം ഈ ഒരു രീതിയിൽ നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കാം. അപ്പൊ അത് ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൈഡ് ക്ലിയർ ആയിരിക്കണം, നമ്മൾ റൈച്ചസ് ആയിരിക്കണം, നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അടുത്തായിട്ട് ദൈവത്തിനോട് ട്രസ്റ്റ് ചെയ്യുക. ദൈവം നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യും, ദൈവത്തിന്റെ ഗ്ലോറി നമ്മുടെ ലൈഫിൽ ദൈവം പ്രവർത്തിക്കും, കാണിക്കും എന്നുള്ളത് ട്രസ്റ്റ് ചെയ്യുക. ദൈവം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, കാരണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക ഇതും കൂടെ ചെയ്ത് എങ്ങനെ പറ്റും എന്നുള്ളത്. പക്ഷെ ദൈവത്തിന്റെ വഴിയല്ല, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴി, നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ. അപ്പൊ ദൈവം പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ദൈവത്തിനെ ഒബേ ചെയ്യാൻ പറ്റണം. അപ്പൊ ഒബേ ചെയ്യുന്ന ഒരു സ്ഥലത്ത് മാത്രമാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗ്ലോറിനെ ദൈവത്തിന് പോർട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഡ്യൂട്ടിയാണ് ആസ് ചൈൽഡ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിന് വിശ്വസിക്കുന്ന ആൾക്കാരായിട്ട് നമ്മുടെ ഡ്യൂട്ടിയാണ് ദൈവത്തിന്റെ ഗ്ലോറിനെ പോർട്രേറ്റ് ചെയ്യാന്ന്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ രണ്ട് സ്റ്റോറിയിൽ നമുക്ക് കാണാം, അവർ ദൈവത്തിനെ അനുസരിച്ചു, വിശ്വസിച്ചു, അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഗ്ലോറി. അപ്പൊ നമ്മളെ കൊണ്ട് ദൈവം ഗ്ലോറി പോർട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളും ദൈവത്തിന് വിശ്വസിച്ച് ദൈവത്തിന് അനുസരിക്കണം. അപ്പോൾ ചില പ്രവർത്തികൾ ദൈവം അങ്ങനെ അതിനു വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ വിശ്വാസത്താൽ വെയിറ്റ് ചെയ്യുക, പ്രാർത്ഥനയിലായിരിക്കുക. അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ തന്നെ ചിലവരുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ മഹത്വത്തിനെ പോർട്രേറ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ലൈഫിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെസ്റ്റ് മണിയിലൂടെ ദൈവത്തിന്റെ ഗ്ലോറി, അതായത് ദൈവത്തിന്റെ മഹത്വത്തിനെ ദൈവം ബാക്കിയുള്ള ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനായി നമുക്ക് തന്നെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാം, വിശ്വസിക്കാം, ദൈവത്തിനനുസരിച്ച് ദൈവത്തിന്റെ ആ ഒരു പ്രവർത്തിക്കായി, ആ ഒരു മഹത്വത്തിന്റെ ഒരു പോർട്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇൻസിഡന്റിനായി, ഒരു ബ്രേക്ക് ത്രൂവിനായി, ഒരു മിറാക്കലിനായി, ഒരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.